ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞു. പിന്നെ എന്നും ദോശയാണെന്ന് വിചാരിക്കേണ്ട, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ ഞാൻ ദോശയ്ക്ക് 2 ദിവസത്തേക്കുള്ളത് അരച്ച് വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് എത്ര 2-3 ദോശ വേണം. പിന്നെ ഉള്ളിച്ചമ്മന്തി അതും ഇന്നലെ അരച്ച് വെച്ചിരുന്നു. ആ ഉള്ളിച്ചമ്മന്തി ഇരിപ്പുണ്ടായി. ഞാൻ ഒറ്റയ്ക്കല്ലേ. പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് കറി എന്തെങ്കിലും ചെറിയ രീതിയിലൊരു മെഴുക്കുവരട്ടി എന്തെങ്കിലും വയ്ക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ചക്ക ഇരിപ്പുണ്ടേ, നമ്മുടെ മിനിഞ്ഞാന്നത്തെ ചക്കയെ. അപ്പോൾ ആ ചക്ക ഒരു പിടി എടുത്തിട്ട് ഒന്ന് കടുക് വറുത്തിടുക. ഒക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് പണിയിട്ട്. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് ഇത്തിരി തിരക്ക് കൂടുതലാണ്. തിരക്ക് വേറെ ഒന്നുമല്ല, രാവിലെ ഇപ്പോൾ അടുത്ത മാസം എക്സാം തുടങ്ങിയല്ലോ. അപ്പോൾ കുട്ടികൾക്ക് രാവിലെയും വൈകിട്ടും ട്യൂഷൻ എടുക്കേണ്ടി വരും. കുറച്ച് പേർക്ക് സ്കൂളുണ്ട്, കുറച്ച് പേർക്ക് സ്കൂളില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു കേട്ടോ. ഞാനിതൊക്കെ കറക്കി തിരിച്ച് വരുമ്പോഴേ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ ഉച്ചയാവുമായിരിക്കും കേട്ടോ. പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് തൊട്ടടുത്തൊരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, അവിടെ പോയി തൊഴുതിട്ട് വന്നു. ശനിദശയാണോ ഒന്നും പറയണ്ട. ഒരാക്കടെ ശനി കഴിയുമ്പോൾ അടുത്തയാൾക്ക് ശനിയോ ശനിയാണ്. എങ്ങനെ എന്താ പറയുക, ശനിദശ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ. ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമുക്ക് അവനവൻ്റെ അനുഭവം വരുമ്പോഴല്ലേ അറിയുള്ളൂ. അപ്പോൾ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ശനിയെ പോയി തൊഴുത് ഒരു എള്ളുതിരിയൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വന്ന് ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ ഞാൻ പറയുമല്ലോ, ഞാൻ എന്നും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടി വി വയ്ക്കാറ്. ടി വി വെച്ച് ന്യൂസൊക്കെ നോക്കിയപ്പോഴുണ്ട് ആ കാണുന്ന ഒരു അച്ഛനും ഒരു അമ്മയും അച്ഛനെയും മോള് പുറത്താക്കി ഗേറ്റ് അടിച്ച് വിട്ടേക്കണമെന്നും പറഞ്ഞു. നോക്കിയപ്പോൾ നോക്കുക, 35 ലക്ഷം രൂപ വീട് വിറ്റ പൈസ അവർ മോക്ക് കൊടുത്തു. എന്നിട്ടാണ് അത് ചെയ്തേക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. എന്താ അല്ലേ. സത്യം പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മുടെയൊക്കെ ഏകദേശം എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയാം നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മൾ എങ്ങനെയൊക്കെ ഇവിടം വരെ എത്തിയെന്നും അറിയാം. അവനവനുള്ളത്, അതായത് നമ്മുടെ ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി മക്കൾക്ക് കൊടുക്കുക. എല്ലാ മക്കൾക്ക് കൊടുത്തപ്പോൾ എനിക്കാണെങ്കിലും ഒറ്റ മോളാണ്, ശരിയാണ്, എല്ലാ മകൾക്കുള്ളതാണ്. പക്ഷേ നമുക്ക് വേണ്ടിയുള്ളതെന്ന് നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുക. അത് നമ്മുടെ മരണശേഷം മക്കൾക്ക് കൊടുക്കാം. അങ്ങനെ എഴുതി വെച്ചാൽ മതിയാവും, ഒരു കുഴപ്പമില്ല. അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു ഞാൻ. ഒരു അമ്മ കറക്റ്റായിട്ട് ചെയ്തു. 10 സെൻറ്റ് സ്ഥലമുണ്ട്, വീടുണ്ട്. മകന് മരണശേഷം തരാമെന്നും പറഞ്ഞ് എഴുതി വെച്ചതിന് മകൻ അമ്മയെ തല്ലാൻ പോയി. അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയണം മോനെ. ഇതാണ് ലോകം. നമ്മുടെ സ്വത്ത് കണ്ടിട്ട് മക്കൾ സ്വത്തുള്ളിടത്തോളം കാലം നന്നായിട്ട് നോക്കും. സ്വത്തില്ലെങ്കിൽ പിന്നെ നമുക്കറിയാലോ അനുഭവങ്ങളൊക്കെ അല്ലേ. അതുപോലെ നമുക്ക് പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ മനസ്സ് എപ്പം മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരോ നമ്മുടെ നിമിത്തമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ നമ്മുടെ അവസ്ഥ ഉണ്ടാവുമല്ലോ. ഓരോ വിഷമം ഘട്ടം ഒക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ ഓരോന്നും കയ്യിൽ നിന്ന് വിട്ടു പോവും. കുറച്ചൊക്കെ നമ്മുടെ തെറ്റാന്ന് എല്ലാം നമ്മുടെ തെറ്റാവൂല കേട്ടോ, അത് ഞാൻ പറയാം. എല്ലാം നമ്മൾ കൈവിട്ട് കൊടുത്തുവെന്നോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ സമയദോഷം വരുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വരും. ആ സമയദോഷം വരാതിരിക്കാനാണ് ഈ ഓരോ ദിവസവും ഓരോ ഭഗവാനെ പോയി തൊഴുന്നത്. കാരണം തലയ്ക്ക് വരേണ്ടത് തലപ്പാവിലൂടെ പോയി എന്ന് പറയൂലോ, അത് ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ എല്ലാം ഈശ്വര നിശ്ചയം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഈശ്വരനിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല കേട്ടോ, അത് ഞാൻ പറയാം. നമ്മൾ ബുദ്ധിപൂർവം ചിന്തിച്ച് ചെയ്യുക. അല്ലാതെ മക്കൾ പറയണ കേട്ട് എല്ലാം വിശ്വസിച്ച് മക്കൾക്ക് എഴുതി കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ അവരും അത് കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ മകൾ ചെയ്യണമെന്ന് പറയണത്, പക്ഷേ മകളുടെ ഭർത്താവിൻ്റെ പിടിപ്പുകേടുകൊണ്ട് സംഭവിക്കാമല്ലോ. എന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിച്ചിട്ട് പിന്നെ ഇതും കൂടി പ്രാരാബ്ധം നോക്കണം എന്നോ, അസുഖമുള്ളവരാകുമ്പോൾ പ്രത്യേകിച്ച് പറയുകയും വേണ്ട. പിന്നെയും ചിലവ് കൂടുകയല്ലേ. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് തന്നെ ചെയ്യണം കേട്ടോ. നമ്മുടെ ചിന്ത വരണമെങ്കിൽ പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്നത് അതാണ്. നമുക്ക് പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് നമ്മുടെ ചിന്തകൾ നേരായ രീതിയിൽ പോവുള്ളൂ. ഇതൊക്കെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ് ഞാൻ. ഒത്തിരി നമ്മൾ എടുത്തു ചാടി ഓരോന്നും ചെയ്യും മക്കളുടെ അപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടി. ഇപ്പോൾ ഞാനായാലും അതെ. കാരണം മക്കൾ വിഷമിച്ച് കാണരുതെന്നാണ് നമുക്ക് എല്ലാ അമ്മമാർക്കും മാതാപിതാക്കൾക്കും അതാണ് ആഗ്രഹം. പക്ഷെ ചില സമയത്ത് ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ട് പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ എത്രയെല്ലാം സ്വത്തുണ്ടായാലും ഇല്ലെങ്കിലും ശരി, അവനവന് വേണ്ടി എന്നുള്ളത് കുറച്ചൊന്നും മാറ്റി വയ്ക്കുക. നാളെ നമുക്ക് മക്കളുടെ അടുത്ത് അവർ തരികയാണെങ്കിൽ സ്വീകരിക്കാം. പക്ഷെ വേറൊന്നും പറയാം, അവർ തരുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരു പങ്ക് നമ്മൾ മാറ്റി വയ്ക്കുക. എല്ലാം ചിലവഴിച്ച് ദൂരം എൻ്റെ മോനെ അയച്ചു തരും, മോളെ അയച്ചു തരും എന്നും പറഞ്ഞ് ധൂർത്തടിച്ച് എല്ലാം കളയാതെ അതിൽ നിന്നും കുറച്ച് നമ്മൾ മിച്ചം വയ്ക്കുക. ഒരു പക്ഷേ നാളെ അവർക്ക് തരാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ ചിന്തിച്ച് വേണം ചെയ്യാൻ. നമ്മൾ ഒരിക്കലും ദൈവത്തെ കുറ്റം പറഞ്ഞ് ഞാൻ എല്ലാം ദൈവത്തിന് കൊണ്ട് കൊടുത്തു, ദൈവത്തിനെ പ്രാർത്ഥിച്ചു, ഞാൻ ആ വഴിപാട് ഈ വഴിപാടൊക്കെ ചെയ്തു, എന്നിട്ട് എനിക്കെന്താ ഇന്ന് കിട്ടാത്ത, അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ബുദ്ധി കുറച്ചൊക്കെ പ്രവർത്തിക്കണം.
അതാണ് വേണ്ടത്. നമ്മുടെ ദോഷങ്ങൾ ചിലപ്പോൾ മാറിപ്പോകും. നമുക്ക് ചിലപ്പോൾ ദൈവം ഒരു വഴി കാണിച്ച് തന്നിട്ടുണ്ടാവും. ആ വഴി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണില്ല. അതാണ് ഇങ്ങനെയുള്ള അബദ്ധം പറ്റുന്ന. അതാണ് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന അബദ്ധം തന്നെയാണ് ഇത്. മക്കളെ വിശ്വസിച്ച് എല്ലാ മക്കൾക്ക് എഴുതി കൊടുക്കും. അവസാനം മക്കൾ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ മാറ്റം വരുന്നത്. ചിലപ്പം അവർക്ക് മക്കളാവും, പിന്നെ അവരുടെ പ്രാരാബ്ധം കൂടും. ചിലപ്പോൾ വരുന്ന പെൺകുട്ടിയോ അല്ലെങ്കിൽ മരുമോനോ അവരുടെ സ്വഭാവം കൂടി അവർക്ക് ചിലപ്പോൾ നോക്കേണ്ടി വരും. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഈ മൊത്തം കലങ്ങി മറിയണത്. അതുകൊണ്ട് പറയാം കേട്ടോ, നമ്മളെപ്പോലുള്ളവർ ഇനിയെങ്കിലും മിച്ചം വയ്ക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ഭാഗം കുറച്ച് നമ്മൾ മിച്ചം വയ്ക്കുക. കുറച്ച് മിച്ചം വെച്ച് നമുക്ക് വേണ്ടി എന്നുള്ളത് മാറ്റി വയ്ക്കുക. ആരോഗ്യം ഉള്ളിടത്തോളം കാലം പണിയെടുക്കുക. ഞാൻ പണിയാനൊന്നും പോവില്ല, മക്കൾ സമ്മതിക്കില്ല, മക്കൾക്ക് നാണക്കേടാണ്, അങ്ങനെയൊന്നുമില്ല. അവനവൻ്റെ സ്ഥിതി അനുസരിച്ച് അവനവന് വരുമാനം 10 രൂപ, അതായത് ആരെയും ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കേണ്ടി വരും. പിന്നെ മക്കൾക്ക് കുറച്ചിലാണ്, മരുമക്കൾക്ക് കുറച്ചിലാണെന്നൊക്കെ പറയും. ആദ്യമൊക്കെ അവർ പറയുമായിരിക്കും, ആദ്യമൊക്കെ അവർ വേണമെങ്കിൽ പൈസ തരുകയും ചെയ്യുമായിരിക്കും. പിന്നെ നമുക്ക് വല്ല അസുഖങ്ങൾ വരുമ്പോൾ കൂടുതൽ ചിലവാക്കുമ്പോഴാണ് അവരുടെ ശരിയായ സ്വഭാവം അറിയണത്. അതുകൊണ്ട് പറയാണ്, നമ്മുടെ ആരോഗ്യം ഉള്ളിടത്തോളം കാലം 10 രൂപ ഒരു ദിവസം 10, 20 എത്രയാ വെച്ചാൽ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോളം ഉണ്ടാക്കുക. ഒരു മാസം 3000, 4000 ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയായില്ലേ. പരമാവധി സേവ് ചെയ്യാൻ നോക്കുക. മക്കൾ തരുന്ന പൈസ അതിൽ നിന്നും ഒരു ഭാഗം സേവ് ചെയ്ത് വയ്ക്കുക. അല്ലാതെ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന്, തൊടിയിൽ നിന്നോ അല്ലെങ്കിൽ കൃഷിയിൽ നിന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഒരു പങ്ക് മാറ്റി വയ്ക്കുക, ബാക്കിയുള്ളത് ചിലവഴിക്കുക. എല്ലാം ദൂർത്തടിച്ച് മക്കൾ നല്ല നിലയിലാണ്, അപ്പോൾ ഞാനും നന്നായിട്ടിരിക്കട്ടെ, ഈ ഒരു ജന്മമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് ഉള്ളതൊക്കെ ദൂർത്തടിച്ച് കഴിഞ്ഞാണ്ടല്ലോ എപ്പോഴാണ് നമുക്ക് തിരിച്ചടി വരുന്നതെന്ന് അറിയില്ല. ഈ പറയുന്ന ശനിദശയാണ് അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പറയുന്നത്. ചില സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ഏതെങ്കിലും ഒരു അസുഖം വന്ന് ആശുപത്രി കയറിക്കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ്. വെറുതെ ഇപ്പോൾ ഞങ്ങളുടെ വീടെടുത്ത് ഒരു ചേച്ചി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറയുകയാണ്, ഇതാ 4 ബ്ലോക്ക് ഉണ്ട്, ഇപ്പം തന്നെ ആൻജിയോഗ്രാം ചെയ്യണം. എന്നാൽ അവരുടെ എന്തോ ഒരു ചെറിയ രീതിയിൽ പോയതാണ്. ഇതാണ് ഹോസ്പിറ്റലിൽ. അത് ശരിയാണോ തെറ്റാണോ നമുക്കറിയോ? നമുക്ക് ഇതേപ്പറ്റി വല്ലതും അറിയുമോ? നമ്മൾ അവർ പറയുന്നത് വിശ്വസിക്കണു. ഉടനെ ലക്ഷങ്ങൾ, 2 ലക്ഷം 3 ലക്ഷം അടയ്ക്കാൻ പറഞ്ഞ് ബില്ലും തരും. നമ്മളത് വിശ്വസിച്ച് ചെയ്യും. അത് ശരിയാണോ തെറ്റാണോ ഈ പറഞ്ഞ് നമുക്കിതൊന്നും അറിയില്ല. അത് കാരണം നമ്മുടെ കയ്യിൽ നമ്മൾ എപ്പോഴും ഒരു കുറച്ച് രൂപ നമ്മൾ മാറ്റി വയ്ക്കുക. മക്കൾ തരുന്നത്, വീട്ടിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത്. കുറച്ചൊക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ട് അതെല്ലാം മക്കളോടായാലും പറയരുത്, എൻ്റെ കയ്യിൽ ഇത്രയുണ്ട് അത്രയുണ്ട്. ചില മക്കൾക്ക് അങ്ങനെയുണ്ട്, അമ്മയുടെ കയ്യിലുണ്ടല്ലോ എന്ന് എനിക്കിതാ. അങ്ങനെ ചില മരുമക്കളാണെങ്കിലും മക്കൾ മരുമാനം ആയിക്കോട്ടെ, ചിലവർ ഇങ്ങനെ ഫോഴ്സ് ചെയ്യും അവരോട്, അമ്മയുടെ കയ്യിലുണ്ടല്ലോ നീ ചോദിച്ചു വാങ്ങിച്ചോ എന്ന് പറയും. കെട്ടിയവൻ കൊടുക്കൂല ഭാര്യയ്ക്ക്, എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറയും. ഇങ്ങനെയുണ്ട് കുറേ പേര്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് എല്ലാ മക്കളുടെ കയ്യിലും പറഞ്ഞ് മക്കളുടെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞും കൊടുത്ത് അവസാനം നമ്മൾ തെരുവിൽ ഇറങ്ങാൻ പാടില്ല. ഇന്നത്തെ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതാട്ടോ. അപ്പോൾ തോന്നി എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും വിഷമം വന്നത്. കാരണം നമുക്ക് എന്താവും, നമ്മുടെ പ്രായമായ കാലത്ത് എന്താവും എന്ന് നമുക്കൊരു ചിന്ത ഉണ്ടാവൂലേ, നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും അത്. അതൊന്നും വരാതിരിക്കണമെങ്കിൽ നമ്മൾ 10 രൂപ വെച്ച് മിച്ചം വെച്ച് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എൻ്റെ ഇത്ര ഉണ്ടല്ലോ, ഒരു നേരം എന്തെങ്കിലും ആവശ്യത്തിനുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. ശരിയല്ലേ ഞാൻ പറയണത്? അപ്പോൾ ഇന്ന് ഇത്രയും മതി. എൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ, അല്ല TV കണ്ടപ്പോൾ പറയാൻ തോന്നിയതാണ്. ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും 75 വയസ്സായ അച്ഛനും 70 വയസ്സായ അമ്മയും, അത് അസുഖബാധിതരാണ്, ക്യാൻസർ രോഗിയാണെന്ന് പറയണു. ഇങ്ങനെയുള്ളവരെയൊക്കെ പുറന്തള്ളുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പാപമൊക്കെ നമ്മൾ എവിടെ കൊണ്ട് വെക്കൂലേ? ചെയ്യുന്നവരെ ഈ പാപമൊക്കെ എവിടെ കൊണ്ട് വെക്കും? ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണതല്ലേ. എങ്ങനെ മനസ്സ് വരണം ഇവർക്കെന്നാണ് ഞാൻ ആലോചിക്കണേ. കാര്യം ഓരോ വിഷമങ്ങൾ ഉണ്ടാവുകയായിരിക്കും, പക്ഷേ ഇതുപോലെയൊക്കെ ചെയ്യണതേ എന്നാൽ അവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇതൊന്നും ആലോചിച്ച് നോക്കൂ, 10 രൂപ പോലും വീട്ടിൽ നിന്ന് കിട്ടാതെ എത്രയോ പെണ്ണുങ്ങൾ നമ്മളെപ്പോലെയുള്ളവരൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മൾ അങ്ങോട്ട് സഹായിക്കും അല്ലേ. അച്ഛനും അമ്മയും നമുക്ക് തരാൻ അവരുടെ ഉണ്ടായില്ല, ഒരു കാലത്ത് ഇല്ലാത്ത കാരണം അവർ തന്നില്ലായിരുന്നു. പക്ഷെ നമ്മളുടെ അച്ഛനും അമ്മയ്ക്ക് നമ്മൾ ഓരോരുത്തരും എന്തെല്ലാം അങ്ങനെ വാങ്ങിച്ചു കൊടുക്കണമില്ലേ. അതൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഭാഗ്യം വേണമെന്ന്. ഇതൊക്കെ ഭാഗ്യമാണ്. കുറച്ചൊക്കെ നമ്മുടെ ഭാഗ്യം നിർഭാഗ്യം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗ്യം വന്നെങ്കിൽ നമ്മൾ ഇതുപോലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക. ദൈവവിശ്വാസം കുറച്ചെങ്കിലും വെച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമുക്ക് ദൈവം എന്തെങ്കിലുമൊക്കെ കനിഞ്ഞ് തരും. ആ ഒരു വിശ്വാസത്തിലാട്ടോ ഞാൻ പോണത്. അപ്പോൾ ഇത്രയും മതി. ഇന്നിപ്പോൾ 9 മണി ആവാറായി. കുട്ടികൾ വരും. കുട്ടികൾ വന്നു കഴിഞ്ഞ് പിന്നെ എൻ്റെ ഉച്ച വരെ അതായിരിക്കും. അപ്പോൾ നാളെ നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും